ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവറിഡേ ഐം കാൽക്കുലേറ്റിംഗ്. 2025 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയുള്ള 44-ാമത്തെ വീഡിയോയാണിത്. ഇതിന് മുൻപത്തെ വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ഫോർമുല 1 ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ് 2025 കിരീടം നേടിയത് ലാൻഡോ നോറിസ് ആണ്. ഫോർമുല 1 ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ് 2025 കിരീട ജേതാവ് ലാൻഡോ നോറിസ് ആണ്. രണ്ടാം സ്ഥാനത്തെത്തിയത് മാക്സ് വെസ്തപ്പനുമാണ്. ഫോർമുല 1 ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ് 2025 കിരീട ജേതാവ് ലാൻഡോ നോറിസ് ആണ്. ലോക വന ദിനമായി ആചരിക്കുന്നത് മാർച്ച് 21 ലോക വനദിനമായി ആചരിക്കുന്നത് മാർച്ച് 21 2025 ലോക വനദിനത്തിന്റെ പ്രമേയമായിരുന്നത് ഫോറസ്റ്റ് ആൻഡ് ഫുഡ് എന്നതാണ്. 2025 ലോക വനദിനത്തിന്റെ പ്രമേയം ഫോറസ്റ്റ് ആൻഡ് ഫുഡ് എന്നതാണ്. മാർച്ച് 21 ലോക വനദിനമായി ആചരിക്കുന്നത്. ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കുമായുള്ള കുടുംബശ്രീയുടെ അഭയ കേന്ദ്രമാണ് സ്നേഹിത. ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ കുടുംബശ്രീ ആരംഭിച്ച അഭയ കേന്ദ്രം അല്ലെങ്കിൽ ഹെൽപ്പ് ഡെസ്ക് ആണ് സ്നേഹിത. പോലീസ് സ്റ്റേഷനുകളിൽ എത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും മാനസിക പിന്തുണ നൽകുവാനും പരാതി പരിഹാരം മെച്ചപ്പെടുത്തുവാനും പോലീസിനെ സഹായിക്കുക എന്നതാണ് സ്നേഹിതയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കുമായുള്ള കുടുംബശ്രീയുടെ അഭയ കേന്ദ്രമാണ് സ്നേഹിത. കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിലാണ് കുടുംബശ്രീ സ്നേഹിത എന്ന പേരിൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിരിക്കുന്നത്. നാഷണൽ സെന്റർ ഫോർ എർത്ത് സ്റ്റഡീസിന്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ തീരശോഷണം സംഭവിച്ചത് കൊല്ലം ജില്ലയിലെ ആലപ്പാട്ടാണ്. നാഷണൽ സെന്റർ ഫോർ എർത്ത് സ്റ്റഡീസിന്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ തീരശോഷണം സംഭവിച്ചത് കൊല്ലം ജില്ലയിലെ ആലപ്പാട്ടാണ്. ലോക അങ്ങാടി കുരുവി ദിനമായി ആചരിക്കുന്നത് മാർച്ച് 20 ലോക അങ്ങാടി കുരുവി ദിനമായി ആചരിക്കുന്നത് മാർച്ച് 20 2025 ലോക അങ്ങാടി കുരുവി ദിനത്തിന്റെ പ്രമേയം പ്രകൃതിയിലെ കൊച്ചു സന്ദേശവാഹകർക്ക് ഒരു ആദരം എന്നതാണ്. 2025 ലോക അങ്ങാടി കുരുവി ദിനത്തിന്റെ പ്രമേയം പ്രകൃതിയിലെ കൊച്ചു സന്ദേശവാഹകർക്ക് ഒരു ആദരം എന്നതാണ്. മാർച്ച് 20 ലോക അങ്ങാടി കുരുവി ദിനമായി ആചരിക്കുന്നത്. പ്രഥമ ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ക്രിക്കറ്റ് ലീഗ് 2025 ജേതാക്കൾ ഇന്ത്യ മാസ്റ്റേഴ്സ് ആണ്. പ്രഥമ ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ക്രിക്കറ്റ് ലീഗ് 2025 ജേതാക്കൾ ഇന്ത്യ മാസ്റ്റേഴ്സ് ആണ്. ഇന്ത്യ മാസ്റ്റേഴ്സ് ഫൈനലിൽ പരാജയപ്പെടുത്തിയത് വെസ്റ്റ് ഇൻഡീസ് മാസ്റ്റേഴ്സിനെയാണ്. പ്രഥമ ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ക്രിക്കറ്റ് ലീഗ് 2025 ജേതാക്കൾ ഇന്ത്യ മാസ്റ്റേഴ്സ് ആണ്. ഇന്ത്യ മാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റൻ ആയിരുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ഇന്ത്യ മാസ്റ്റേഴ്സ് ഫൈനലിൽ പരാജയപ്പെടുത്തിയത് വെസ്റ്റ് ഇൻഡീസ് മാസ്റ്റേഴ്സിനെയുമാണ്. പ്രഥമ ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ക്രിക്കറ്റ് ലീഗ് 2025 ജേതാക്കൾ ഇന്ത്യ മാസ്റ്റേഴ്സ്. ഇന്ത്യ മാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റൻ ആയിരുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ. ഇന്ത്യ മാസ്റ്റേഴ്സ് ഫൈനലിൽ പരാജയപ്പെടുത്തിയത് വെസ്റ്റ് ഇൻഡീസ് മാസ്റ്റേഴ്സിനെയാണ്. പ്രഥമ ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ക്രിക്കറ്റ് ലീഗിന് 2025 വേദിയായത് ഇന്ത്യയാണ്. പ്രഥമ ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ക്രിക്കറ്റ് ലീഗിന് 2025 വേദിയായത് ഇന്ത്യയാണ്. 2025 മാർച്ചിൽ കാനഡ മന്ത്രിസഭയിലെ അംഗങ്ങളായി ചുമതലയേറ്റ ഇന്ത്യക്കാരാണ് അനിത ആനന്ദും അമൽ ഖേരയും. 2025 മാർച്ചിൽ കാനഡ മന്ത്രിസഭയിലെ അംഗങ്ങളായി ചുമതലയേറ്റ ഇന്ത്യക്കാരാണ് അനിത ആനന്ദും
അമൽ ഖേരയും. ശാസ്ത്രം വ്യവസായം വകുപ്പുകളാണ് അനിത ആനന്ദ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ആരോഗ്യ വകുപ്പാണ് അമൽ ഖേര കൈകാര്യം ചെയ്യുന്നത്. 2025 മാർച്ചിൽ കാനഡ മന്ത്രിസഭയിലെ അംഗങ്ങളായി ചുമതലയേറ്റ ഇന്ത്യക്കാരാണ് അനിത ആനന്ദും അമൽ ഖേരയും. അമൽ ഖേര ആരോഗ്യ വകുപ്പും ശാസ്ത്രം വ്യവസായം വകുപ്പുകൾ അനിത ആനന്ദുമാണ് കൈകാര്യം ചെയ്യുന്നത്. ഇലോൺ മസ്കിന്റെ XAI പുറത്തിറക്കിയ ചാറ്റ് ബോട്ടാണ് ഗ്രോക്ക് 3. ഇലോൺ മസ്കിന്റെ XAI പുറത്തിറക്കിയ ചാറ്റ് ബോട്ടാണ് ഗ്രോക്ക് 3. 2025 മാർച്ചിൽ അന്തരിച്ച മലയാള ഗാനരചയിതാവും തിരക്കഥാകൃത്തുമായ വ്യക്തിയാണ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. 2025 മാർച്ചിൽ അന്തരിച്ച മലയാള ഗാനരചയിതാവും തിരക്കഥാകൃത്തുമായ വ്യക്തിയാണ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. പൊതുജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷനുകളിലും മറ്റ് പോലീസ് ഓഫീസുകളിലും നേരിട്ടെത്താതെ വിവിധ സേവനങ്ങൾ ഓൺലൈനിൽ ലഭ്യമാക്കുന്ന കേരള പോലീസിന്റെ പോർട്ടലാണ് തുണ. പൊതുജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷനുകളിലും മറ്റ് പോലീസ് ഓഫീസുകളിലും നേരിട്ട് എത്താതെ വിവിധ സേവനങ്ങൾ ഓൺലൈനിൽ ലഭ്യമാക്കുന്ന കേരള പോലീസിന്റെ പോർട്ടലാണ് തുണ. 2025 വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എന്റർടൈൻമെന്റ് സമ്മിറ്റിന്റെ വേദി മുംബൈയാണ്. 2025 വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എന്റർടൈൻമെന്റ് സമ്മിറ്റിന്റെ വേദി മുംബൈയാണ്. ലഹരി വിപണനത്തിനെതിരെ കേരളത്തിലെ അധ്യാപക സംഘടനയായ KSTA അധ്യാപകർക്കായി ആരംഭിച്ച യജ്ഞമാണ് ടീച്ചേഴ്സ് ബ്രിഗേഡ്. ലഹരി വിപണനത്തിനെതിരെ കേരളത്തിലെ അധ്യാപക സംഘടനയായ KSTA അധ്യാപകർക്കായി ആരംഭിച്ച യജ്ഞമാണ് ടീച്ചേഴ്സ് ബ്രിഗേഡ്. ലോക ജലദിനമായി ആചരിക്കുന്നത് മാർച്ച് 22 ലോക ജലദിനമായി ആചരിക്കുന്നത് മാർച്ച് 22 2025 ലോക ജലദിനത്തിന്റെ പ്രമേയം ഗ്ലേസിയർ പ്രിസർവേഷൻ എന്നതാണ്. 2025 ലോക ജലദിനത്തിന്റെ പ്രമേയം ഗ്ലേസിയർ പ്രിസർവേഷൻ എന്നതാണ്. 2025 മാർച്ചിൽ യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലങ്ങളുടെ താൽക്കാലിക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയുടെ സൈറ്റുകളാണ് ഛത്തീസ്ഗഡിലെ കാങ്കർവാലി നാഷണൽ പാർക്ക്, തെലങ്കാനയിലെ മുതുമൽ മെഗാലിത്തിക് മെൻഹിറുകൾ, ചൗസത്ത് യോഗിനി ക്ഷേത്രങ്ങൾ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന ബുണ്ടേല കൊട്ടാരം കോട്ടകൾ, ഉത്തരേന്ത്യയിലെ ഗുപ്ത ക്ഷേത്രങ്ങൾ, മൗര്യപാതകളിലെ അശോക ശാസനങ്ങളുടെ സ്ഥലങ്ങൾ എന്നിവ. 2025 മാർച്ചിൽ യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലങ്ങളുടെ താൽക്കാലിക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ സൈറ്റുകളാണ് ഛത്തീസ്ഗഡിലെ കാങ്കർവാലി നാഷണൽ പാർക്ക്, തെലങ്കാനയിലെ മുതുമൽ മെഗാലിത്തിക് മെൻഹിറുകൾ, ചൗസത്ത് യോഗിനി ക്ഷേത്രങ്ങൾ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന ബുണ്ടേല കൊട്ടാരം കോട്ടകൾ, ഉത്തരേന്ത്യയിലെ ഗുപ്ത ക്ഷേത്രങ്ങൾ, മൗര്യപാതകളിലെ അശോക ശാസനങ്ങളുടെ സ്ഥലങ്ങൾ എന്നിവ. ഏഷ്യയിലെ ആദ്യത്തെ നാഷണൽ ജിയോ സയൻസ് മ്യൂസിയം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ആരംഭിച്ചത്? മധ്യപ്രദേശിലാണ്. ഏഷ്യയിലെ ആദ്യത്തെ നാഷണൽ ജിയോ സയൻസ് മ്യൂസിയം ആരംഭിച്ചത് മധ്യപ്രദേശ് സംസ്ഥാനത്തിലാണ്. 2025 ജല സുസ്ഥിരതാ സമ്മേളനം സംഘടിപ്പിച്ച നഗരം ന്യൂഡൽഹിയാണ്. 2025 ജല സുസ്ഥിരതാ സമ്മേളനം സംഘടിപ്പിച്ച നഗരം ന്യൂഡൽഹിയാണ്. 2025 ലോക പാരാ അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രിയിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ രാജ്യം ഇന്ത്യയാണ്. 2025 ലോക പാരാ അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രിയിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ രാജ്യം ഇന്ത്യയാണ്. 30ാമത് UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം അല്ലെങ്കിൽ COP30യുടെ വേദി ബ്രസീലിലെ ബെലേം ആണ്. 30ാമത് UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം COP30 വേദിയായത് ബ്രസീലിലെ ബെലേം ആണ്. 30ാമത് UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനമായ COP30യുടെ വേദി ബ്രസീലിലെ ബെലേം.
ആസ്ട്ര ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈൽ രൂപകൽപ്പന ചെയ്ത സംഘടന DRDO ആണ്. ആസ്ട്ര ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈൽ രൂപകൽപ്പന ചെയ്തത് DRDO ആണ്. കെട്ടിടങ്ങളിൽ കൂൾ റൂഫ് സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിച്ച് ഉള്ളിലെ ചൂട് കുറയ്ക്കാനും വൈദ്യുതി ഉപയോഗം കുറയ്ക്കാനും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതിയാണ് കുളിർമ പദ്ധതി. കെട്ടിടങ്ങളിൽ കൂൾ റൂഫ് സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിച്ച് ഉള്ളിലെ ചൂട് കുറയ്ക്കാനും വൈദ്യുതി ഉപയോഗം കുറയ്ക്കാനും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതിയാണ് കുളിർമ പദ്ധതി. കേരള എനർജി മാനേജ്മെന്റ് സെന്റർ ആണ് കുളിർമ പദ്ധതി ആവിഷ്കരിച്ചത്. കെട്ടിടങ്ങളിൽ കൂൾ റൂഫ് സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിച്ച് ഉള്ളിലെ ചൂട് കുറയ്ക്കാനും വൈദ്യുതി ഉപയോഗം കുറയ്ക്കാനും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതിയാണ് കുളിർമ പദ്ധതി. കേരള സംഗീത നാടക അക്കാദമിയുടെ 2024 ഫെലോഷിപ്പിന് അർഹരായവർ വീണ വിദ്വാൻ അനന്തപത്മനാഭൻ, നൃത്ത അധ്യാപിക കലാമണ്ഡലം സരസ്വതി, നാടകകൃത്ത് സേവ്യർ പുൽപ്പാട്ട് എന്നിവരാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ 2024 ഫെലോഷിപ്പിന് അർഹരായവർ വീണ വിദ്വാൻ അനന്തപത്മനാഭൻ, നൃത്ത അധ്യാപിക കലാമണ്ഡലം സരസ്വതി, നാടകകൃത്ത് സേവ്യർ പുൽപ്പാട്ട് എന്നിവരാണ്. ജലാശയങ്ങളുടെ 500 മീറ്ററിനുള്ളിൽ സോപ്പുകളുടെയും ഷാമ്പുകളുടെയും വിൽപ്പന നിരോധിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കർണാടകയാണ്. ജലാശയങ്ങളുടെ 500 മീറ്ററിനുള്ളിൽ സോപ്പുകളുടെയും ഷാമ്പുകളുടെയും വിൽപ്പന നിരോധിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കർണാടകയാണ്. വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് ബോധ്യമായാൽ വിവരം ഫോൺ വിളിച്ചോ വാട്സാപ്പ് മുഖേനയോ എക്സൈസുമായി പങ്കുവയ്ക്കാൻ അവസരമൊരുക്കുന്ന പദ്ധതിയാണ് നേർവഴി പദ്ധതി. വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് ബോധ്യമായാൽ വിവരം ഫോൺ വിളിച്ചോ വാട്സാപ്പ് മുഖേനയോ എക്സൈസുമായി പങ്കുവയ്ക്കാൻ അവസരമൊരുക്കുന്ന പദ്ധതിയാണ് നേർവഴി പദ്ധതി. 2025 ഹോൾബർഗ് പുരസ്കാര ജേതാവ് ഗായത്രി ചക്രവർത്തി സ്പിവാക് ആണ്. 2025 ഹോൾബർഗ് പുരസ്കാര ജേതാവ് ഗായത്രി ചക്രവർത്തി സ്പിവാക് ആണ്. പണ്ഡിതയും സാഹിത്യ വിമർശകയുമാണ്. US കൊളംബിയ സർവകലാശാലയിലെ പ്രൊഫസറായ ഗായത്രി ചക്രവർത്തി സ്പിവാക് 2025 ഹോൾബർഗ് പുരസ്കാര ജേതാവ് ഇന്ത്യക്കാരിയായ ഗായത്രി ചക്രവർത്തി സ്പിവാക് ആണ്. ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് ഗായത്രി ചക്രവർത്തി സ്പിവാക്. 2025 ഗോൾബർഗ് പുരസ്കാര ജേതാവ് ഗായത്രി ചക്രവർത്തി സ്പിവാക് ആണ്. നോർവേ സർക്കാരാണ് ഹോൾബർഗ് പുരസ്കാരം നൽകുന്നത്.